everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, കുറേ പേര് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ മാർച്ച് 2 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴും കുറേ പേർക്ക് അപ്ലൈ ചെയ്തതിലൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം കൂടിയാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം. അപ്പോൾ മാർച്ച് 2 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലോഗിൻ ഓൾറെഡി ചെയ്തിട്ടുള്ളവരും ഉണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ. ഇനി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും, നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പം അങ്ങനെ ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീജിയൻ സെലക്ട് ചെയ്യാനായിട്ട് വരും. അതായത് നിങ്ങൾക്കിപ്പം ഇഷ്ടപ്പെട്ട കേഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് ചെന്നൈ ആണ്. അപ്പോൾ ഒരുപാട് റീജിയൻസ് വരും. അപ്പോൾ അതിൽ ചെന്നൈ ചൂസ് ചെയ്തപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് മീഡിയം ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ എക്സാം 13 റീജിയണൽ ലാംഗ്വേജസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് മലയാളത്തിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റും ക്ലോസ് ആവുന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി RRB അല്ലെങ്കിൽ RRC എക്സാമിന് DBAR ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ആ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ DBAR ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് കെയർഫുള്ളി റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ CN. അപ്പം എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൊടുക്കുക. 2 ഡിക്ലറേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഡേറ്റയൊക്കെ ബ്ലർ ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൺട്രി ഓഫ് നാഷണാലിറ്റി, നമ്മളൊക്കെ ഇന്ത്യൻസ് അല്ലേ, അപ്പം ഇന്ത്യൻ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ മെട്രിക്കുലേഷൻ 10th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റില്ലേ, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അതായിരിക്കുമല്ലോ കറക്റ്റ് നെയിം എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ജെൻഡർ കൊടുക്കുക, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, പിന്നെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളവരുണ്ടായിരിക്കും, മലയാളത്തിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവരുണ്ടായിരിക്കും. മലയാളമാണെങ്കിൽ അത് കൊടുക്കുക, ഇംഗ്ലീഷ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതും SLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ സെയിം തെറ്റാതെ വൃത്തിയായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരാണ്, അതും ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൽ കറക്റ്റ് അതിൽ കൊടുത്ത പോലെ തന്നെ റെഫർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം ഇതിൽ കൊടുക്കാൻ. അതിലായിരിക്കും നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ, എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കണം കൊടുക്കാൻ. കാര്യം അത് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിലീജിയൻ കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ ബോഡിയിലുള്ള കയ്യിലോ വിസിബിൾ പാർട്സിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക, അതും കൂടെ കൊടുക്കുക. പിന്നെ വരുന്നത് ഏജ് ആസ് ഓൺ 1/1/2026. 1/1/2026 നിങ്ങൾക്ക് എത്രയാണ് വയസ്സ്? കാര്യം ക്രൂഷ്യൽ ഡേറ്റ് വെച്ചിട്ടാണ് അവരത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത് കൊടുക്കുക. പിന്നെ മദേഴ്സ് നെയിം, അമ്മയുടെ പേര് കൊടുക്കുക. മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞ പോലെ അത് കൊടുക്കുക. പിന്നെ മദർ ടങ്, നമ്മുടെ മദർ ടങ് ഏതാ മലയാളം, അപ്പോൾ അതും കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് 2 ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണം. അപ്പോൾ 1 ഇവിടെ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിളാണ്, നിങ്ങൾക്കിപ്പം ഫേസിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മോൾ ഉണ്ടെങ്കിൽ ബ്ലാക്ക് മോൾ ഓൺ ദ, അത് ഏത് ഭാഗത്താണോ ആ സൈഡിൽ അതും കൂടെ കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അങ്ങനെ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വേണം നിങ്ങളിതിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
നോക്കുക, എല്ലാം അപ്ലൈ ചെയ്യുക. എല്ലാം നമുക്ക് കമ്പൽസറി ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ സ്റ്റാർ നോക്കിയാൽ മതി, ഓപ്ഷണൽ അല്ല. എല്ലാം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുക. അൺറിസർവ്ഡ് ആണോ, OBC ആണോ, EWS ആണോ, അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് ഏതാന്ന് കൊടുക്കുക നിങ്ങളുടെ. അത് കഴിഞ്ഞ അഡ്രസ്സ് അതും ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രസന്റ് നിയറസ്റ്റ് സിറ്റി ഓർ മേജർ ടൗൺ, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന മേജർ സിറ്റി ഏതാണെന്ന് കൊടുക്കുക. പിന്നെ പിൻകോഡ് കൊടുക്കുക. ഇനി പെർമനന്റ് അഡ്രസ്സ് തന്നെ അതിൻ്റെ എന്താ സെയിം അത് തന്നെ ഇവിടെ ഫില്ല് ആയിക്കോളും. പിന്നെ ഞാൻ ഓൾറെഡി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഇന്റർഫേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നേന്ന് അടിച്ചു കൊടുക്കേണ്ടി വരില്ല. കാര്യം അതിൽ നിന്ന് തന്നെ ഓൾറെഡി ഇതിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം ഫില്ല് ആയിക്കോളും. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ എന്നുള്ള കാര്യമാണ്. മുന്നേ സർവീസിൽ ഇരുന്നിട്ടുള്ളോ എന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എസ് ആണെങ്കിൽ അത് കൊടുക്കുക, നോ ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഉള്ളവരാണെങ്കിൽ അത് എസ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. ഇനി അത് തന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ഈസ് യുവർ റൈറ്റിംഗ് എബിലിറ്റി എഫക്റ്റഡ് ഇൻ ടേംസ് ഓഫ് ദ CN, ആ സംഭവം നോന്ന് തന്നെ കൊടുക്കുക. പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ ഫീ കൺസെഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ആർ യു ആൻ എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേയിൽ ഓൾറെഡി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഡീറ്റെയിൽസ് ഓഫ് ദ റെയിൽവേ ആപ്ലിക്കൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലെ എംപ്ലോയി നേരത്തെ പേജിലാണ്, സ്ക്രീൻഷോട്ട് ചെയ്തപ്പം പുറത്തും കൂടെ അത് സെലക്ട് ആയി വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയി ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ളത് അങ്ങനെയാണെങ്കിലുള്ള കാര്യമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലെ എംപ്ലോയി അല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നൊന്നും. പിന്നെ വരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. കാര്യം നമുക്കറിയാം റെയിൽവേയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അടയ്ക്കുന്ന ഫീസ് റീഫണ്ടബിൾ ആണ്. നമുക്ക് പിന്നീട് ആ ഫീസ് റീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അക്കൗണ്ട് ഹോൾഡർ നെയിം, IFSC കോഡ്, അതുപോലെ ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, ആ കാര്യങ്ങളെല്ലാം, ബാങ്കിൻ്റെ അഡ്രസ്സ്, ഇതെല്ലാം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോട്ടോ. അപ്പം മുന്നേയൊക്കെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപ്ചർ ലൈവ് ഇമേജ്, നമ്മൾ ലൈവായിട്ട് നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വിസിബിൾ ആയിരിക്കണം, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് അറിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഫോട്ടോ എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഹെയർ വന്ന് ഫേസിലോട്ട് കിടന്ന് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും കാണാതെ ആ ഒരു രീതിയിലൊന്നും ആവാൻ പാടില്ല. ഇനി ഹിജാബ് തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഫേസ് നന്നായിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ ലെവലിൽ വേണം ക്യാമറ പിടിച്ച് നല്ല ലൈറ്റിങ്ങിൽ എടുക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ അടുത്ത വരുന്ന കാര്യം എന്ന് വെച്ചാൽ സിഗ്നേച്ചറാണ്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ, സിഗ്നേച്ചർ ബ്ലാക്കിലോ ബ്ലൂയിലോ നിങ്ങൾക്ക് ഇടാമെന്നാണ് പറയുന്നത്. ഓക്കെ, കൂടുതലും ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യുക, കാര്യം നോട്ടിഫിക്കേഷനിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അപ്പം കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ബ്ലാക്ക് പെന്നിൽ തന്നെ സിഗ്നേച്ചർ ഇടുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവർ പറയുന്ന ഫയൽ സൈസിൽ, ഇപ്പം ഇത് പറയുന്നത് 140 പിക്സലും 60 പിക്സലുമാണ് എക്സ് വരുന്നത്. അപ്പം ഈ ഒരു സൈസിൽ വേണം നിങ്ങൾ, അതിന് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതിൽ കൊടുത്തിട്ട് ഈ ഒരു സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജ് റീസൈസ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയുമായി സിഗ്നേച്ചറുമായി, അപ്പോൾ ഇത് രണ്ടും അപ്ലോഡായി കഴിഞ്ഞ് പിന്നീട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഞാനിപ്പം ഈ ഒരു സ്ക്രീൻഷോട്ടിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അപ്ലോഡ് ചെയ്യുന്നതിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് സെലക്ട് ചെയ്യാനാണ്. അപ്പം നമുക്കറിയാം ഗ്രൂപ്പ് D എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഒരുപാട് പോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റ് ആണോ താല്പര്യം, ഏറ്റവും താല്പര്യമുള്ള പോസ്റ്റ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ അതിന് താഴെ ഓരോ പ്രിഫറൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനിലോട്ടാണ്. അതിൽ നിങ്ങൾക്ക് കാർഡ് ചൂസ് ചെയ്യാം, അതുപോലെ UPI കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങളുടെ ഫീസും കൂടെ പേ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും.
അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ വരുന്നുണ്ട്. പ്രിവ്യൂ വരുമ്പം നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കറക്ഷൻ ഡേറ്റ് പിന്നീട് വന്നാലും ആദ്യം തന്നെ എല്ലാം നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫീസും കൂടെ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു, എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.